ഏവർക്കും ഹോം ട്യൂട്ടറിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പേഴ്സണൽ ടീച്ചർ നിപനിബിൻ. അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. സോ ചാപ്റ്റർ 1 ദ റൈസ് ഓഫ് നാഷണലിസം ഇൻ യൂറോപ്പിൻ്റെ പാർട്ട് 5 ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ്റെ അകത്ത് വരുന്നത്. മിക്സഡ് റിയാക്ഷൻ ദ സിവിൽ കോഡ് ഓഫ് 1804. സോ നെപ്പോളിയനിക് കോഡിൻ്റെ അകത്ത് നിന്ന് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് എല്ലാവരും ആദ്യം ബേസിക്കലി 2 കൈകൊണ്ട് നീട്ടി സ്വീകരിച്ചു. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? അവരെ അക്സെപ്റ്റ് ചെയ്തോ? പിന്നീട് അത് അവർ തള്ളിപ്പറഞ്ഞോ? അവരെന്താണ്, അതായത് ഫ്രാൻസിലെ ജനങ്ങൾക്കും യൂറോപ്പിലെ ജനങ്ങൾക്കും ഏത് രീതിയിലാണ് ഇത് ഹെൽപ്ഫുൾ ആയത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, ഈ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. However, in the areas conquered, the reactions of the local populations to French rule were mixed. Initially, in many places, such as Holland and Switzerland, as well as in certain cities like Brussels, Mainz, Milan, and Warsaw, the French armies were welcomed as harbingers of liberty. ഫ്രാൻസിലെ ഭരണ സംവിധാനത്തോട് വിവിധ തരത്തിലുള്ള അഭിപ്രായവും താല്പര്യവുമായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. എവിടെയുള്ള ജനങ്ങൾക്ക്? ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്ന യൂറോപ്പ് പ്രദേശങ്ങളിലെ ജനങ്ങൾക്കും പിന്നെ ഫ്രാൻസിലെ ജനങ്ങൾക്കും. അതുപോലെ തന്നെയായിരുന്നു സിവിൽ കോഡ് ഓഫ് 1804നോടും. അതായത് ഫ്രാൻസിന്റെ ഭരണത്തോടും പിന്നെ സിവിൽ കോഡ് ഓഫ് 1804നോടും ഒരു വിവിധ തരത്തിൽ, അതായത് ഒരേപോലെയുള്ള ഒരു ചിന്താഗതി ആയിരുന്നില്ല ജനങ്ങൾക്കുണ്ടായിരുന്നത്. ഒരു മിക്സഡ് റിയാക്ഷൻ ആയിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. പലതരത്തിലുള്ള ജനങ്ങൾക്ക് പലതരത്തിലുള്ള താല്പര്യമായിരുന്നു പുതിയ നിയമ പരിഷ്കാരത്തിനോട് ഉണ്ടായിരുന്നത്. തുറന്ന മനസ്സോടുകൂടി ആയിരുന്നു ഫ്രഞ്ച് ആർമിയെ ജനങ്ങൾ അതായത് പ്രത്യേകിച്ചും ജാക്കോബിൻ ക്ലബിലെ മെമ്പേഴ്സ് സ്വീകരിച്ചത്. അവർ ഫ്രഞ്ച് ആർമിയെ കണ്ടിരുന്നത് ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി ആയിട്ടാണ്. എന്താണ് അപ്പോൾ ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി? സ്വാതന്ത്ര്യത്തിന്റെ ആഗമനം സൂചിപ്പിക്കുന്ന, അതായത് സ്വാതന്ത്ര്യത്തിന്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്ന വക്താക്കൾ എന്നാണ് ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഫ്രഞ്ച് ആർമി രൂപീകരിച്ച സമയത്ത് ഹോളണ്ട്, സ്വിറ്റ്സർലൻഡ്, ബ്രസൽസ്, മെയിൻസ്, മിലൻ, പിന്നെ വാഴ്സോ ഇവിടങ്ങളിൽ വളരെ നല്ല സ്വീകരണമാണ് ഈ ഒരു ഫ്രഞ്ച് ആർമിക്ക് ലഭിച്ചത്. സോ അവരെ ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി ആയിട്ടാണ് ജനങ്ങൾ കണക്കാക്കിയിരുന്നത്. But the initial enthusiasm soon turned to hostility, as it became clear that the new administrative arrangements did not go hand in hand with the political freedom. Increased taxation, censorship, forced conscription into the French armies required to conquer the rest of the Europe all seemed to outweigh the advantages of the administrative changes. ഓക്കെ, അപ്പോൾ ജനങ്ങൾ എന്തായി? ജനങ്ങൾ ഫ്രഞ്ച് ആർമിയെ തള്ളിപ്പറയാനും പിന്നീട് ഫ്രഞ്ച് ആർമിക്ക് എതിരെ പ്രവർത്തിക്കുവാനും തുടങ്ങി. സോ ഫ്രഞ്ച് ആർമി നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പ്രീവിയസ് സെഷനിൽ. യൂറോപ്പ് മുഴുവൻ സ്വതന്ത്രമാക്കാൻ, ലിബർട്ടി എത്തിക്കാൻ പ്രയത്നിക്കുന്നവരാണ് ഫ്രഞ്ച് ആർമി. സോ ഇത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷണറീസ് ആണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഫ്രഞ്ച് ആർമി ജനങ്ങൾ വെറുക്കാൻ തുടങ്ങിയത് എന്നാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ റീസൺസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. പുതിയതായി കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾ നിലവിലുള്ള പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയോ അവ തമ്മിൽ ചേർന്നു പോകാതാവുകയും ചെയ്തു. കൂടാതെ ജനങ്ങൾക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ നികുതി സമ്പ്രദായം കൂട്ടുകയും സെൻസർഷിപ്പ് പ്രാബല്യത്തിലാക്കുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് സെൻസർഷിപ്പ് എന്താണെന്നറിയാമോ? ഏതെങ്കിലും ഒരു ബുക്കോ ഫിലിമോ വാർത്തകളോ ജനങ്ങൾ കാണാൻ പാടില്ലാത്തതോ രാഷ്ട്രീയപരമായി അംഗീകരിക്കാൻ പറ്റാത്തതോ അല്ലെങ്കിൽ ഗവൺമെന്റിന് എതിരായ നയങ്ങൾ പ്രചരിപ്പിക്കുന്നതോ ആണെങ്കിൽ അവയെ പരിമിതപ്പെടുത്തുകയോ അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായി നിർത്തലാക്കുവാനോ ഉള്ള അധികാരം ആ ഗവൺമെന്റിനുണ്ടാവും. അതിനാണ് നമ്മൾ സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. അവിടെ ഫ്രഞ്ച് അതായത് ഒന്നുകിൽ അത് മൊത്തമായിട്ട് കട്ട് ചെയ്ത്, നമ്മൾ കണ്ടിട്ടുള്ള ചില സിനിമകളുടെ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ മ്യൂട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ കട്ട് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ഫുള്ളായിട്ട് അവരത് ബാൻ ചെയ്യും. ഇതിനാണ് നമ്മൾ സെൻസർഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്രഞ്ച് ഗവൺമെന്റിനെതിരെ ജനങ്ങൾ പ്രവർത്തിക്കാതിരിക്കാനാണ് സെൻസർഷിപ്പ് കൊണ്ടുവന്നത്. ഏറ്റവും പ്രധാനമായി നെപ്പോളിയനിക് കോഡിനെ ജനങ്ങൾ അംഗീകരിക്കാഞ്ഞത് ഫോഴ്സ്ഡ് കോൺസ്ക്രിപ്ഷൻ ആണ്, അതായത് പട്ടാളത്തിലേക്കുള്ള നിർബന്ധിത റിക്രൂട്ട്മെന്റിനെ. സോ ഫോഴ്സ് കോൺസ്ക്രിപ്ഷൻ നമുക്ക് മനസ്സിലായി എന്താണെന്നുള്ള കാര്യം. അപ്പോൾ ഇവിടെ നമ്മൾ ഔട്ട് പേ എന്ന് പറയുന്ന ഒരു വേർഡ് മനസ്സിലാക്കി. അതെന്താണ്? ഔട്ട് പേ എന്നാൽ ഒന്നിനേക്കാൾ മറ്റൊന്നിന് പ്രാധാന്യം കൂടുക.
അപ്പോൾ യൂറോപ്പ് പിടിച്ചടക്കാൻ ഫ്രഞ്ച് ആർമിയിലേക്കുള്ള നിർബന്ധിത റിക്രൂട്ട്മെൻറ്റും പിന്നെ അത് മറ്റു കുറേ ബേർഡൻസ് ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. ടാക്സേഷൻ മറ്റേ കൂടുതൽ ഇപ്പോൾ ഉള്ളത് ടാക്സിനേക്കാളും കൂടുതൽ ടാക്സേഷൻ ആയിട്ടുണ്ട്. പിന്നെ സെൻസർഷിപ്പ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ കുറേ ബേർഡൻസ് ഇപ്പോൾ ഓൾറെഡി ജനങ്ങളുടെ മേലുണ്ട്. അതിന് കൂടെ ഈ ഫോഴ്സ്ഡ് കോൺസ്ക്രിപ്ഷൻ, അതായത് പട്ടാളത്തിലേക്കുള്ള റിക്രൂട്ട്മെന്റ് കൂടി ആയപ്പോൾ ഫ്രഞ്ച് സിറ്റിസൺസിന് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോം എത്ര തന്നെ ആശ്വാസം നൽകിയോ അതിലും കൂടുതൽ ബുദ്ധിമുട്ടാണ് ഫ്രഞ്ച് ആർമിയുടെയും മൊണാർക്കിയുടെയും ഭാഗത്ത് നിന്ന് നേരിടേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ കോഡ് ഓഫ് 1804 ലഭിച്ച അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസിനെ പിന്നീട് ഫ്രാൻസിലെ ജനങ്ങൾ പ്രതികൂലിക്കാൻ തുടങ്ങി. അതായത് സിവിൽ കോഡ് ഓഫ് 1804നെയും ഫ്രഞ്ച് ആർമിയെയും ഒപ്പോസ് ചെയ്യാൻ തുടങ്ങി. Figure 5. The courier of Rhineland loses all that he has on his way home from Leipzig. Napoleon here is represented as a postman on his way back to France after he lost the Battle of Leipzig in 1813. Each letter dropping out of his bag bears the name of the territories he lost. ഫിഗർ 5 ശരിക്കും പറഞ്ഞാൽ ഒരു സർക്കാസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് നെപ്പോളിയനെ. ഒരു പരിഹാസ്യമായ രീതിയിൽ നെപ്പോളിയനെ കണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു കൊറിയർമാൻ, അതായത് ഒരു പോസ്റ്റ്മാൻ ആയിട്ടാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇദ്ദേഹം 1813 ലെയ്പ്സിഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഒരു യുദ്ധം നടത്തി. അന്നത്തെ കാലത്ത് കുറേ യുദ്ധങ്ങളിൽ അദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട്. ബിക്കോസ് ഹി വാസ് ഓവർ കോൺഫിഡൻറ്റ്. എല്ലാ രാജ്യം മൊത്തവും ലോകം മൊത്തവും വെട്ടിപ്പിടിക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഈ ഒരു ലെയ്പ്സിഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ബാറ്റിൽ ഓഫ് ലെയ്പ്സിഗ് ഇൻ 1813 അദ്ദേഹം തോക്കുകയും, അപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ ഒത്തിരി ടെറിട്ടറീസ് ഉണ്ട് യൂറോപ്പിൻ്റെ കീഴിൽ. അപ്പോൾ അവയെല്ലാം കുറേയൊക്കെ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടും വന്നു. അപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊറിയർമാൻ ആയിട്ട് അദ്ദേഹത്തിനെ റെപ്രസെന്റ് ചെയ്തിട്ട് അദ്ദേഹം ഒരു കൊറിയറുമായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ കൊറിയർ എല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് താഴെ വീണുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ബാഗിൽ നിന്ന്. ഈ പൊഴിഞ്ഞു വീഴുന്ന ഓരോ ലെറ്ററിൻ്റെ അകത്തും ഈ പിക്ചറൈസേഷൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ഓരോ ടെറിട്ടറീസിനെയാണ് അദ്ദേഹത്തിന് അവിടെ ആ ഒരു ബാറ്റിൽ വെച്ച് കുറേ ടെറിട്ടറീസ് അദ്ദേഹം തിരിച്ചു വിട്ടുകൊടുക്കേണ്ടതായിട്ട് വന്നു. ആ ലോസ്റ്റ് ആയ ടെറിട്ടറീസിന്റെ പേരുകളാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു പിക്ചറൈസേഷന് നമുക്ക് മനസ്സിലാക്കുന്നത്. ഫിഗർ 4. The planting of Tree of Liberty in Zweibrücken, Germany. The subject of this color print by the German painter Karl Caspar Fritz is the occupation of the town of Zweibrücken by the French armies. French soldiers, recognizable by their blue, white, and red uniforms, have been portrayed as oppressors. They seize a peasant's cart left, harass some young women central foreground, and forces a peasant down to his knee. The plague being affixed to the Tree of Liberty carries a German inscription which its translation reads, "Take freedom and liberty from us, the model of humanity." This is a sarcastic reference to the claim of the French as being liberators who opposed monarchy in the territories they entered. വീണ്ടും ഒരു സർക്കാസ്റ്റിക് റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം ഫ്രഞ്ച് ആർമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂറോപ്പിനെ മൊത്തം ലിബറേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നേഷൻ സ്റ്റേറ്റ് ആക്കാൻ, അല്ലെങ്കിൽ ജനങ്ങളെല്ലാം മൊണാർക്കിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ച വ്യക്തികളായിട്ടാണ് ആദ്യമായിട്ട് അവരെ നമ്മൾ സങ്കല്പിച്ചതും. അവരുടെ ഒരു ഡ്യൂട്ടി അതായിരുന്നു താനും, അവരുടെ എയിം അതായിരുന്നു. പക്ഷെ പിന്നീട് അവരും ഒരു മൊണാർക്കിന്റെ രീതിയിലേക്ക് എത്താൻ തുടങ്ങി. ജനങ്ങളെ ഉപദ്രവിക്കാൻ തുടങ്ങി, ഫോഴ്സ്ഡ് കോൺസ്ക്രിപ്ഷൻ, പിന്നെ അവരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പിടിച്ചെടുക്കാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ തുടങ്ങി. അവരെന്താക്കി, പിന്നെ എല്ലാ സ്ഥലങ്ങളും പിടിച്ചെടുത്തിട്ട് ഒരൊറ്റ ഒരു റൂൾ, അതായത് ഫ്രഞ്ച് ആർമിയുടെ കീഴിലാക്കാമെന്ന് അവർ തീരുമാനിച്ചു. അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്തു, ഇവരെല്ലായിടത്തും പോയി ജനങ്ങളെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ജർമ്മൻ പെയിന്ററാണ് കാൾ കാസ്പർ ഫ്രിറ്റ്സ്. അദ്ദേഹം ഈ ഒരു ഫ്രഞ്ച് ആർമി ജർമ്മനിയിലെ ഒരു ടൗണായ സ്വീബ്രൂക്കൻ എന്ന് പറയുന്ന സ്ഥലത്തിലേക്ക് എത്തുകയും അവിടെയുള്ള ജനങ്ങളെ എങ്ങനെ ഇവർ പീഡിപ്പിക്കുന്നു എന്നുള്ള ഒരു പോർട്രേഷൻ, അതായത് സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഒരു എന്താ പറയുക, കളിയാക്കിക്കൊണ്ടുള്ള ഒരു പിക്ചറൈസേഷനാണ് ഇവിടെ കാണുന്നത്. എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ടേക്ക് ഫ്രീഡം ആൻഡ് ഇക്വാളിറ്റി ഫ്രം അസ്, ദ മോഡൽ ഓഫ് ഹ്യൂമാനിറ്റി. മനുഷ്യത്വത്തിന്റെ മോഡലാണ് ഞങ്ങൾ, ഞങ്ങളുടെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യവും തുല്യതയും നിങ്ങൾ മേടിച്ചെടുക്കൂ എന്നാണ് നമ്മുടെ ഫ്രഞ്ച് ആർമി പറയുന്നത്. എന്ത് ചെയ്തുകൊണ്ട്, അവിടെയുള്ള കുറച്ച് സ്ത്രീകളെ നിലത്തിട്ട് വലിച്ചഴയ്ക്കുന്നുണ്ട്, ഹരാസ് ചെയ്യുന്നുണ്ട്,
കുറച്ച് കൃഷിക്കാരെ അവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പെസന്റിനെ അവർ മുട്ടിൽ നിർത്തിയിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് അവരേറ്റവും നല്ല ഹാർബിഞ്ചേഴ്സ് ഓഫ് ലിബർട്ടി ആയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരെ ജനങ്ങൾ അവർക്കെതിരെ തിരിഞ്ഞു. ബിക്കോസ് അവർ അത്രമാത്രം ഒരു എക്സ്പ്ലോയിറ്റേഷൻ ആണ് പിന്നീട് ചെയ്തത്. ഓക്കെ, സോ അങ്ങനെ പാർട്ട് 5 നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്തു. ഇപ്പം നമ്മുടെ നെപ്പോളിയാനിക് കോഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആദ്യത്തിൻ്റെ അത് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഡെവലപ്മെന്റ്സ് എന്നൊക്കെ കണ്ടു. രണ്ടാമത്തെ പോർഷൻ്റെ അത് പാർട്ട് 5 നമ്മൾ കണ്ടു എന്തൊക്കെയായിരുന്നു ജനങ്ങളുടെ റിയാക്ഷൻ, എങ്ങനെയാണ് ജനങ്ങൾ റെസ്പോണ്ട് ചെയ്തതെന്നുള്ളത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ ഈ ഒരു വീഡിയോസ് നിങ്ങൾ കാണുന്ന വഴി ഇതെല്ലാം ഈസി ആവും, ഒന്നും പേടിക്കേണ്ട. സോ മറക്കാതെ പാർട്ട് 1 മുതൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ വാച്ച് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കൺ ഉറപ്പായിട്ടും ക്ലിക്ക് ചെയ്യണം. താങ്ക് യു വെരി മച്ച്. ബൈ, സീ യു.